എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയാണ് സിനിമ ഇറങ്ങിയത്. ഇന്നലെ അത്യാവശ്യം നല്ല റെസ്പോൺസുകൾ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിലും ഒരുപാട് പേഴ്സണൽ മെസ്സേജുകളും ഒരുപാട് ടാഗ്സും നല്ല നല്ല റിവ്യൂസ് കാണാൻ പറ്റുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ ടീമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് വിഷ് ചെയ്യാനും കാണാത്തവർക്ക് ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടു വിലയിരുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാണാതെ അഭിപ്രായങ്ങൾ പറയരുത്. കണ്ടിട്ട് ആർക്കും എന്താ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. എല്ലാവരും പറയണം. നല്ല അഭിപ്രായങ്ങളും മുഖവിലക്കെടുക്കുക. ഒരാളുടെ മാത്രം കാഴ്ചപ്പാടല്ല ഒരു മെജോറിറ്റിക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു റിവ്യൂ നോക്കിക്കൊണ്ടായിരിക്കരുത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ കണ്ടു വിലയിരുത്തുക. താങ്ക് യു. നമസ്കാരം. ഒരു സിനിമ ഇന്നലെ റിലീസായി. അതിൽ സജ്ജനങ്ങളായ പ്രേക്ഷകരുടെ എല്ലാം നല്ല ഗംഭീരമായ അഭിപ്രായമാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു സിനിമ തിയേറ്ററിൽ വരുന്നത് വരെ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന അധ്വാനത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാം വളരെ സുതാര്യമായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. അത് ആ അഭിപ്രായം പറയുന്നതിൻ്റെ അവരുടെ അറിവിൻ്റെ ആഴവും അതിൻ്റെ ആ വിഷയത്തിലുള്ള അവരുടെ അറിവ് എത്രമാത്രമുണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കും ആ അഭിപ്രായത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അഭിപ്രായം നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാം സിനിമ കാണുക, കണ്ടിട്ട് സ്വയം ബോധ്യപ്പെട്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു തീരുമാനിക്കുക. എന്തായാലും ഒരു അപേക്ഷയാണ് നിങ്ങളോടുള്ളത്. ഈ സിനിമ കാണുക, നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക. അതിഗംഭീരമായ അഭിപ്രായമുണ്ട്, നല്ലതാണെന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ ബോധപൂർവം ചിലപ്പം ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ, ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല, നോക്കാറില്ല, അവരുടെ ഒന്നും അഭിപ്രായങ്ങളൊന്നും നോക്കാറില്ല. നല്ല മനുഷ്യരുടെ അഭിപ്രായങ്ങൾ നോക്കുന്നു, അല്ലെ പറയുന്നു, ഇതൊക്കെയാണ് നോക്കാറുള്ളത്. അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സിനിമയാണ്. അത് നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയാണ് ദൃഢം റിലീസായത്. അപ്പോൾ ഒത്തിരി പേര് സിനിമ കണ്ടിട്ട് വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ടീം ആക്ച്വലി ഹാപ്പിയാണ്. പിന്നെ പറഞ്ഞ പോലെ പടങ്ങളെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. രമേശ് ചേട്ടനും ഷെയ്നൊക്കെ പറഞ്ഞ പോലെ ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഒരു തവണയെങ്കിലും സിനിമ കാണാൻ ശ്രമിക്കുക. അത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്. കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു തോന്നല. അതെ, അപ്പോൾ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് സുഖമായി എന്താ പറയുക, എൻ്റർടൈനായിട്ട് കണ്ടിരുന്ന ഒത്തിരി പേര്, അതായത് സാധാരണക്കാരായ ഒത്തിരി പേര് പടം കണ്ടിട്ട് വിളിച്ചിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇത് വർക്കായി, ഇങ്ങനെ ഒരു ഇത്രയും ഗംഭീരമായ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള ഒപ്പീനിയൻസാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് പടം എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു പ്രസ് മീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കാണാത്തവർ എന്തായാലും തീർച്ചയായിട്ടും പടം കാണുക, അഭിപ്രായങ്ങൾ തുറന്നു പറയുക, അഭിപ്രായങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ സിനിമയുടെ ഒരു ഭാഗമാണ് ഈ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലേ? കാലം മാറി വന്നപ്പോൾ ഉണ്ടായ ഒരു ഇതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ്. അതിപ്പോൾ ഏത് ചെറിയ സിനിമയായാലും വലിയ സിനിമയായാലും ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ കാണണം, കാണാതെ വിമർശിക്കരുതെന്ന് എല്ലാവരും പറയുന്ന പോലെ നമ്മൾക്കും വിമർശിച്ചോളൂ, അതും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൃഢം ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. പിന്നെ കൃഷ്ണപ്രഭ, നമ്മൾ പുതുതായിട്ട് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നായിക, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഹായ്, എൻ്റെ പേര് സാനിയ. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എനിക്കെന്താ വെച്ചാൽ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ സോഫാർ എനിക്ക് കിട്ടിയ അഭിപ്രായങ്ങളും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂസാണ്. അല്ലാതെയും കേൾക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യാതെ എല്ലാവരെയും പേഴ്സണൽ ഒപ്പീനിയൻസ്, എല്ലാവരും പേഴ്സണലായിട്ട് പോയി കണ്ടിട്ട് ഒപ്പീനിയൻസ് പറയായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. താങ്ക് യു.
ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ദൃഢം മൂവി ഇന്നലെ റിലീസായി. അപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസ്, നമുക്ക് കണ്ടിറങ്ങിയവർ ഒരുപാട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഒത്തിരി നല്ല കണ്ടിറങ്ങിയവർ ഈ നല്ല റിവ്യൂസ് പറഞ്ഞ് ഞങ്ങളെ നേരിട്ടും അല്ലാതെയും ഇപ്പോൾ ഇൻസ്റ്റയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെ ആണെങ്കിലും ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ മറ്റ് റിവ്യൂസിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഏതൊരു അഭിപ്രായം എടുത്താലും സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞ് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് ഞങ്ങളെ ജെനുവിൻലി അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ, ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ആയിരിക്കത്തില്ല നിങ്ങളിരിക്കുന്ന ഓരോരുത്തർക്കും. അപ്പം സ്വന്തമായിട്ട് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെടുത്ത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക. ഇതൊരു ചെറിയ പടമാണ്, ഞങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു പരിശ്രമമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ എല്ലാവരെയും ഇതേപോലെ നല്ല കഥാപാത്രങ്ങളിലേക്ക് മുൻകൈ എടുത്ത് കൊണ്ടുവരാൻ എപ്പോഴും എല്ലാവരും ശ്രമിച്ചു എന്ന് വരില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഗ്രഹമായാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങളെപ്പോലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യൂ, അനുഗ്രഹിക്കൂ എന്നുള്ളതാണ് എനിക്ക് എല്ലാവരുടെയും ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. ഇതൊരു ചെറിയ സിനിമയാണ്, അപ്പോൾ അതിൻ്റെ ഒരു നല്ല വശങ്ങൾ കണക്കിലെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കൂ, സപ്പോർട്ട് ചെയ്യൂ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും നന്ദി പറയുന്നു. ഈ പറയുന്ന ഇവരൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കും പറയാനുള്ളൂ. എല്ലായിടത്തും നല്ല റിപ്പോർട്ട്സാണ് കിട്ടുന്നത്. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്ന് തന്നെയുള്ളൂ. ഒരുപാട് നല്ല മെസ്സേജുകൾ, നല്ല സിനിമയാണെന്നുള്ള ഒരുപാട് മെസ്സേജുകൾ, ഫോൺ വിളികളെല്ലാം വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും. ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു കഥാപാത്രം ഇതിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് ബോസ് എന്നാണ്. കുറച്ച് സിനിമകളിലൂടെ ഞാൻ മലയാള സിനിമയിലുണ്ട്. ഓപ്പറേഷൻ ജാവയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, ക്യാരക്ടർ റോൾസൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. ജിത്തു സാറിൻ്റെ തന്നെ പ്രൊഡക്ഷനിൽ ഇപ്പം 3ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്, ദൃഢം. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെയ്തൊരു സിനിമയാണ് ദൃഢം. ഒപ്പം മാർട്ടിൻ്റെ ഡയറക്ഷൻ ഭയങ്കര രസകരമായി തന്നെ ഞങ്ങളൊരു ഫാമിലി പോലെ ചെയ്ത, ഷൈൻ്റെ കൂടെയൊക്കെ നമ്മളൊരു ഫാമിലി പോലെ നമ്മൾ ഒത്തുചേർന്ന് ചെയ്ത ഒരു സിനിമയാണ് ദൃഢം. പല സൈഡിൽ നിന്ന് പല ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിലും മനഃപൂർവ്വമുള്ള കുറച്ച് ഡീഗ്രേഡിങ് ഒക്കെ നടക്കുന്ന പോലെ നമുക്ക് ഇടയ്ക്ക് തോന്നും. പക്ഷെ അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവരും, ഇപ്പം ഞാൻ പോലും കുറേ കാലങ്ങളായിട്ട് സിനിമയിൽ അവസരങ്ങൾക്ക് വേണ്ടി നടന്ന് അങ്ങനെ ഒരു സ്ലോവിലി ഇങ്ങനെ കയറി വരുന്നൊരു സമയമാണ്. ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള, അല്ലെങ്കിൽ സ്പേസ് അത്രത്തോളം എൻ്റെ ക്യാരക്ടറിന് കിട്ടിയ ഒരു സിനിമ ദൃഢമാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ്, നമുക്കൊരു ഫാമിലി ഉണ്ട്, അവരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്നൊരു സിനിമ. ആ സിനിമ നമ്മൾ ഇന്നലെ കണ്ട സമയത്ത്, ഞാൻ ഇന്നലെയാണ് ഡബ്ബിങ് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണുന്നത്. വാവ് ഫാക്ടേഴ്സ് ഒരുപാട് ഉള്ള ഒരു സിനിമയാണ് ദൃഢം. ഏറ്റുനിന്ന് കൈയടിക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത്. അതുപോലത്തെ ഒരു ഭയങ്കര വാവ് ഫാക്ടറുള്ള സിനിമയാണ്. അത് കണ്ടിട്ട് അതിൻ്റെ മെറിറ്റ്സ് മനസ്സിലാക്കി, അതിൻ്റെ കഷ്ടപ്പാടുകൾ, അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ എല്ലാവരും സംസാരിക്കണം എന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിൽ കൂടി അതിൻ്റെ ഒരു കഷ്ടപ്പാട് എല്ലാവരുടെയും, ആർട്ടിസ്റ്റുകളാവട്ടെ ടെക്നീഷ്യൻ്റെ ആവട്ടെ, നമ്മളൊരു ചുമ്മാ തട്ടിക്കൂട്ടിയൊരു സിനിമ ചെയ്തിരിക്കുന്നതല്ല. ദൃഢം എന്ന് പറയുന്നത് അത്ര, ഞാൻ പറയുന്നു, നിങ്ങളുടെ ക്വാളിറ്റി ടൈം ദൃഢം കാണാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മിച്ചമുള്ള സമയം, കുറച്ച് സമയം പോയി സിനിമ കാണാം എന്ന് പറഞ്ഞ് പോകേണ്ട സിനിമ പോലും അല്ല. ക്വാളിറ്റി ടൈം തന്നെ നിങ്ങൾക്ക് ദൃഢം കാണാൻ ഉപയോഗിക്കാം. ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് ഞാൻ നെഞ്ചിൽ തൊട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. ഞങ്ങളെപ്പോലെയുള്ള പുതിയ ആളുകളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പടം കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ
ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാതെ പതിയെ കഥയിലേക്ക് പോയി എന്തിനാണ് ഇത്ര പതിയെ വന്നതെന്നുള്ള ഏറ്റവും അവസാനം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയൊരു പ്രോസസ് അല്ല, അത് ക്ഷമ വേണം, ഓഡിയൻസിന് ക്ഷമ കൊടുക്കാനുള്ള ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു എഫേർട്ട് എന്തായാലും സ്ക്രീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് താങ്ക് യു. അല്ല, ഞങ്ങൾ ഇതൊരു പെർഫെക്റ്റ് സിനിമയൊന്നും പറയുന്നില്ല. അത് ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ ഒരു സ്ലോ നരേഷൻ തന്നെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഞങ്ങൾ അതിനൊന്ന് പേസ് കൂട്ടി ഒരു ക്ലൈമാക്സിൽ ഒരു സിനിമാറ്റിക് പരിപാടി ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് കുറേ ആൾക്കാർക്ക് ഇത് കണക്റ്റായി, സന്തോഷം. കുറേ പിന്നെ നമ്മൾ എല്ലാവരുടെയും മൈൻഡ് ഒരുപോലെ അല്ലല്ലോ, പല ആൾക്കാരുടെ ടേസ്റ്റ് പലതാണല്ലോ. അങ്ങനെ പക്ഷേ മൊത്തത്തിൽ ഞങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് മൊത്തത്തിൽ കിട്ടുന്നത്. കുറേ ആൾക്കാരെന്നെ പേഴ്സണൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സന്തോഷം. ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റേഴ്സ് ലിൻഡോയും ജോമോനും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലോട്ടിൻ്റെ ഒരു ഐഡിയ ആണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻഡ് എന്നാണ്. അതാണ് എന്നെ ഹുക്ക് ചെയ്തൊരു പരിപാടി. പിന്നെ അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാമായിരുന്നു ബാക്കി പരിപാടികളെല്ലാം. പിന്നെ ഷെയിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, പുള്ളി പുതിയതായിട്ട് സർവീസിലേക്ക് വരുന്ന ഒരു SI, പുള്ളിയുടെ സർവീസിൽ ആദ്യത്തെ പോസ്റ്റിങ്, ആ ഐഡിയയും പിന്നെ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ആ ഒരു മെയിൻ നമ്മുടെ ഒരു പോയിന്റും വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്. കഥാപാത്രത്തിന് വേണ്ട പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിലെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ ചെയ്ത പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. ആ കഥാപാത്രം ഒരു വന്ന ഉടനെ മറ്റേ ഭയങ്കര മാസ് കാണിക്കുന്ന അങ്ങനത്തെ ഒരു കക്ഷിയല്ല, ഒരു സാധാരണക്കാരനാണ്. ആ മീറ്റർ തന്നെയാണ്. അതായത് ചില കാര്യങ്ങൾ അറിയില്ല. നമ്മളൊരിപ്പോൾ ഒരു ജോലിയിൽ കയറുമ്പോൾ എല്ലാം പഠിച്ചിട്ടും അറിഞ്ഞിട്ടും അല്ലല്ലോ, നമ്മൾ ആ ജോലിയിൽ നിന്ന് നമുക്കൊരു തഴക്കം വരുമെന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു ഫ്രഷറായിട്ടാണ് ആ ക്യാരക്ടർ. ആ ക്യാരക്ടർ ആദ്യം തന്നെ ഒന്ന് എന്തടാന്ന് പറയുന്ന മാസ് പോലീസ് അല്ല. അപ്പോൾ ക്യാരക്ടർ എന്താണോ അതാണ് ഞാൻ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. യെസ് യെസ് കറക്റ്റാണ്. അത് ബേസിക്കലി ബ്രോ സൈക്കോളജിയാണ്. ബ്രോ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങളൊരു പോസ്റ്റിൻ്റെ താഴെ ഒരു 100 കമൻറ്റ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ അതാണ് ശരി. ഈ 100 കമൻറ്റാണ് ഞാൻ ഈ പറഞ്ഞ PR. ഇത് ചെയ്യാനൊന്നും ആൾക്കാരുണ്ട്, ചെയ്യാൻ ഏജൻസീസ് ഉണ്ട്. അത് നെഗറ്റീവായിട്ടും ചെയ്യാം, പോസിറ്റീവായിട്ടും ചെയ്യാം. പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പേഴ്സണൽ PR എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് അല്ല, അത് ഞാൻ പറഞ്ഞത് അത് പേഴ്സണലി ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറയണത്. എനിക്ക് അത് ഞാനത് പിടിച്ചിട്ടില്ല. കാര്യം അത് അത്ര നല്ലൊരു എത്തിക്കൽ പരിപാടിയായിട്ട് തോന്നില്ല. കാര്യം നമ്മൾ തന്നെ പൈസ കൊടുത്ത് ഇങ്ങനൊരു നറേറ്റീവ് നമ്മളെക്കുറിച്ച് എഴുതണമെന്ന് നമ്മൾ തീരുമാനിക്കണ പോലെയാണ്. അതിൽ ഓഡിയൻസിന് ഒരു സേ ഇല്ലാണ്ടാവുകയാണ്. ഇതിനെല്ലാം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ട് വിലയിരുത്തുക എന്നുള്ളത്. ഓഡിയൻസ് കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനമില്ലേ, അതാണ് അൾട്ടിമേറ്റ് സാധനം. നിങ്ങൾ വേറൊരാളുടെ കൊടുത്ത നരേഷനിൽ നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ. പക്ഷെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഇതിനകത്ത് നമ്മളത് എനിക്ക് തോന്നുന്നത് സാധാരണ ജനം പടം കാണട്ടെ എന്നുള്ള കാര്യം. അവരുടെ നിന്നുള്ള റെസ്പോൺസ് ആണല്ലോ അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനവും പ്രചോദനവും മുന്നോട്ടേക്ക് തന്നെ നയിക്കുന്നത് ഓഡിയൻസിന്റെ സ്നേഹം മാത്രമാണ്.
എനിക്ക് വേറൊരു സപ്പോർട്ട് സിസ്റ്റം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓഡിയൻസ് മാത്രമാണ് എൻ്റെ ബലം. അവർ പടം കാണുമ്പോൾ അവർ തരുന്നൊരു റെസ്പോൺസ് ഉണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതൊരു സ്നേഹമാണ് കിട്ടുന്നത്, ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. ഇന്നലെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ മേളിൽ വേറൊരു ശക്തി ഉണ്ടെങ്കിൽ അതിന് നോക്കാൻ എനിക്ക് തോന്നുന്നത് ഈ പ്രപഞ്ച ശക്തിക്കത് അതിനുള്ള എല്ലാവിധ കഴിവുണ്ട് അതിനെ നേരിടാനാണെങ്കിലും. ഞാൻ ഒറ്റയ്ക്കാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി അത്രയും എന്നാൽ കഴിയുന്ന പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അത് എന്നെ സപ്പോർട്ട് ചെയ്യും, ഈ പ്രപഞ്ച ശക്തി എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. എനിക്കത് ഇല്ല. അതുകൊണ്ട് എനിക്കത് ഇന്നതാണെന്ന് എനിക്ക് പറയാനും പറ്റില്ല എന്നുള്ള അവസ്ഥ. അതെനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഈ പറയണത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടല്ലേ, നിങ്ങൾ തോന്നിയോണ്ടല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണേ. അപ്പോൾ എനിക്കിത് തോന്നാണ്ടിരിക്കുമോ? ഭയക്കുന്നുണ്ടെങ്കിൽ ഇത് പറയോ? ഒരിക്കലും ഇല്ല. ഭയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയില്ലല്ലോ. കാര്യം ഇതിനകത്ത് മനസ്സിലായെന്ന് വെച്ചാൽ ഇതുണ്ട് എന്നുള്ള ആക്സെപ്റ്റൻസിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്. ഇത്രയും കാലം നമുക്ക് സംശയാസ്പദം അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാനുള്ള എവിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഇത് നമ്മൾ മറ്റേ വേറെ ആരെങ്കിലും കുറിച്ച് ചുമ്മാ അങ്ങനെ പറയുന്നു എന്നുള്ളൊരു സീനിലെ ആൾക്കാർ എന്നെ കാണുള്ളൂ. എനിക്കിതിനൊന്നും എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. സോ എനിക്കത് ആധികാരികമായി പറയാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ തന്നെ പറയണുണ്ട് അങ്ങനെ ഉണ്ടെന്ന്. അതാണ് അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നിടത്ത് തന്നെ ഇല്ല അതിൻ്റെ ഉള്ള ഉത്തരം. അല്ലല്ല, മീഡിയാസ് അല്ല ബ്രോ, ഇത് ഒറ്റപ്പെട്ട കുറച്ച് മേഖലയിൽ നിന്നാണ്. അതെ അതെ. റീച്ചിന് വേണ്ടി പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. റീച്ചിന് വേണ്ടി ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളുടെ മീഡിയ സുഹൃത്തുക്കൾക്കാണ് ഇത് കുറച്ചുകൂടെ ഇത് എന്താണ് എൻ്റെ ഒരു പ്രൂഫ് വഴി കണ്ടെത്തി തരാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ റിവ്യൂസ് പറയുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ട് അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊത്തത്തിലുള്ള കാര്യമാണ്. അതിപ്പോൾ സിനിമ എന്നുള്ളത് മാത്രമല്ല. ഇപ്പോൾ ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല എൻ്റെ ഡാൻസും പാട്ടും ഇതുമൊക്കെയാണ്. ഈ ഒരു ആർട്ടായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ്. നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ഇട്ട് കീറി മുറിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളോരോ അഭിപ്രായം പറയുമ്പം ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തൊക്കെ പറയുന്ന കാര്യം അതത്ര നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഇയാളെ വീട്ടിലിരുത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെ വരാത്ത രീതിയിലാക്കാം എന്നുള്ളത് എല്ലാ മേഖലകളിലും ആരൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ചൊരു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമയിൽ തമാശ പോലും ഇല്ലാത്ത ചില സിനിമകളിലും ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾ ചിരിച്ചു എന്ന് പറയുന്നത് തരത്തിലുള്ള റിവ്യൂസൊക്കെ ഇട്ടിട്ട് കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വ്യക്തിപരമായിട്ടും അല്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി പറയുന്നത് പോലെയല്ല വ്യക്തിപരമായിട്ട്. അതിപ്പോൾ അയാളെ എല്ലാവർക്കും ഒരേ മനക്കെട്ടി ആയിരിക്കില്ല ചിലപ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചിലപ്പോൾ അവരുടെ ജീവിതമേ ഇല്ലാതാക്കുമായിരിക്കും. അപ്പോൾ അത്തരം പ്രവണതകളിലേക്ക് പോവാതിരിക്കൂ എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുണ്ട്. അതിപ്പോൾ നിങ്ങളെല്ലാ മീഡിയാസും സുഹൃത്തുക്കളും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായിട്ടുള്ള കീറിമുറിക്കൽ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, അതിപ്പോൾ നിങ്ങളായിരിക്കും ഞങ്ങളെക്കാളും കൂടുതൽ കണ്ടുപിടിക്കാൻ മിടുക്കരായിട്ടുള്ളവർ. നിങ്ങൾ എല്ലായിടത്തും പോകുന്നവരാണ്, എല്ലാവരെയും കാണുന്നവരാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ
റീസൺ ഉള്ളത് നിങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റുക. എന്നെ ഹെൽപ്പ് ചെയ്യൂ. അല്ല, സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് മീഡിയയുടെ ഭാഗം. സിനിമകളെക്കുറിച്ച് ആളുകളെ അറിയിക്കുന്നത് പോലും മീഡിയയാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല സിനിമകളായിരിക്കും, ഒരു പബ്ലിസിറ്റി കുറവുണ്ടാകും, പക്ഷേ മീഡിയയുടെ ഒരു പ്രസൻസ് കൊണ്ട് അങ്ങനെ വിജയിച്ച പടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയ എപ്പോഴും സപ്പോർട്ടീവാണ് സിനിമയ്ക്ക്. അപ്പോൾ ഈ കൃഷ്ണബാബു പറഞ്ഞ പോലെ ചിലർ വ്യക്തിവിരോധം കാരണം ചില ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. കാരണം ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് ഒരു സിനിമയോ ഒരു ഇൻഡസ്ട്രിയെയോ തകർക്കുന്ന രീതിക്കുള്ള പ്രതികരണങ്ങൾ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടാവാതിരുന്നാൽ ഇൻഡസ്ട്രി കുറച്ചും കൂടി നന്നായി പോകും. ഇൻഡസ്ട്രി ഉണ്ടെങ്കിലാണ് മീഡിയയ്ക്കും ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കും ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദൃഢം, സിനിമ തിയേറ്ററിൽ ഇപ്പോൾ റെസ്പോൺസ് ഇന്നലെ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പേഴ്സണലായിട്ട് കണ്ട എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ റിവ്യൂസിൽ പറഞ്ഞ മാതിരി കുറേ പോസിറ്റീവ്സ് ഉണ്ട്, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അത് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. എല്ലാം തികഞ്ഞ സിനിമകളില്ല. ചില സിനിമകൾ നല്ലതായിട്ടും പരാജയപ്പെടുന്നുണ്ട്, ചില സിനിമകൾ മോശമായിട്ടും വിജയിക്കുന്നുണ്ട്. അതൊക്കെ ആ സിനിമകളുടെ ഒരു ഫെയ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അണിയർ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ പറ്റുമെങ്കിൽ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾ നൽകുന്നൊരു ഷുവറിറ്റി. പിന്നെ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്തൂ എന്നേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഷെയ്ൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെയൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ആൾക്കാരില്ല. ഇപ്പം ഞാൻ പേഴ്സണലി ഉള്ള കാര്യം പറയുവാണ്. നമ്മളെയൊക്കെ കൈപിടിച്ച് ഒരു ക്യാരക്ടറിന് ഇപ്പോൾ കൃഷ്ണപ്രഭ തന്നെ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഇപ്പോൾ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടാവും അവർ നല്ല ആർട്ടിസ്റ്റാണ്, അവർക്ക് നല്ല കൊടുക്കാം എന്ന് പറയുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദൃഢമായിട്ട് തന്നെ എന്നെ ഇവരെ തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞവരാരും ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ കുറച്ചെങ്കിലും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടത് ജീത്തു സാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും മാട്ടിനെ പോലുള്ള ഈ ഒരു ടീമുമാണ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരെയും. ഇപ്പോൾ ദിനേശ് ചേട്ടനൊക്കെ ഞങ്ങൾ ചാൻസ് ചോദിച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു അതെ. അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സിനേക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ അവർ ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹവും വലിയൊരു സന്തോഷവുമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു കൂടി ഇപ്പോൾ ഒരു 3-4 സീൻ, ചിലപ്പോൾ 10 സീൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു സീനേ കാണത്തുള്ളൂ. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് സീൻസിലായിട്ട് ഒതുങ്ങി പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇതെവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവും ഇതിൻ്റെ എന്താണ് ഒരു റീസൺ എന്നുള്ളത് ഞങ്ങൾക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് ചില ആൾക്കാർ ചോദിക്കും എന്തിനാണ് പോയി ഒരു സീനൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നതാണ്. അപ്പോൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നവർക്ക് അതിൻ്റെ ഒരു സീനാണെങ്കിലും കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഞങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. പറയുന്നവർക്ക് മാറി എന്ന് പല അഭിപ്രായങ്ങളും പറയാം. ഈ ഒരു സീനാണെങ്കിലും ചെയ്ത് അത് ഫലിപ്പിക്കുക എന്നുള്ളതും അതും ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ ദയവീത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തു സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് റിക്വസ്റ്റ്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് തന്നെയാണ് എപ്പോഴും പ്രാർത്ഥന. ഇപ്പോൾ മാട്ടിനോടൊക്കെ അതാണ് ഒരു നന്ദി പറയുന്നത്. കാരണം ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞങ്ങൾ 2 ക്യാരക്ടേഴ്സാണ്, ഫീമെയിൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒരെണ്ണത്തിൽ അന്ന് കൃഷ്ണ ചേച്ചി ഇടാം എന്ന് അവർ തീരുമാനിക്കുന്ന ആ മൊമെൻ്റ് ഉണ്ടല്ലോ, അവർക്ക് ഓർമ്മയിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൽ ക്യാരക്ടർ വൈസ് എനിക്ക് പറഞ്ഞാൽ സ്ക്രിപ്റ്റിനകത്ത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇയാൾ ആദ്യം പെരുമാറുന്നത്, പിന്നെ അയാളുടെ ചേഞ്ച് ഓവർ എങ്ങനെയാണ് എന്നെല്ലാം സ്ക്രിപ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടറും
നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഏത് മൊമെൻറ്റിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്. സോഫ്റ്റായിട്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ വേണ്ടടുത്ത് മാറുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാൾക്ക് മാറേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോലത്തെ ഒരു രീതിയിലാണ് ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മളെ ആക്ടറാണ്, അപ്പം റിയൽ ലൈഫിൽ ഇങ്ങനത്തെ പോലീസുകാർ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു പോലീസ് വലയങ്ങൾ സുഹൃത്തുക്കളില്ല. നമ്മളിപ്പോൾ ഈ വഴിയിൽ കാണുന്ന പോലീസുകാരല്ലാതെ വേറെ എൻ്റെ ജീവിതത്തിൽ പോലീസുകാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സിനിമകളിൽ കണ്ടേക്കുന്ന പോലീസുകാരായിരിക്കും പിന്നെ കൂടുതലുള്ള. ഇതൊരു റിയൽ ലൈഫ് റെഫറൻസ് ക്യാരക്ടർ ആണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷേ ഈ സിനിമയ്ക്കും ഈ കഥയ്ക്കും അനുയോജിതമായ ഒരു ക്യാരക്ടറായിട്ടാണ് ആ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ ത്രില്ലർ സിനിമകളുടെ സ്വഭാവം നോക്കി കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് ഇപ്പം അവർക്ക് ലൈക്ക് റിവ്യൂ പറയുമ്പോഴാണെങ്കിലും അവർ ഒരുപാട് ഇതിന്റെ ലോജിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ത്രില്ലർ സിനിമയിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കൊമേഴ്ഷ്യൽ പടം വരുമ്പോൾ അതിന്റെ ഡയലോഗ് ഡെലിവറി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നത് അതൊന്നും അത്രത്തോളം ശ്രദ്ധിക്കത്തില്ല. അപ്പം ഈ ഒരു സിനിമയ്ക്ക് ഈ പറയുന്ന പോലെ ഒരു മിക്സ്ഡ് റിവ്യൂ വരുന്നത് ലൈക്ക് ഈ റിവ്യൂവേഴ്സ് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഇത് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത്രത്തോളം അങ്ങനെ ചെയ്യുന്ന കാര്യമുണ്ടോ? ബ്രോ, ഞാൻ മാർട്ടിൻ്റെ ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 10 റിവ്യൂവിലും 8 നമുക്ക് നല്ലത് തന്നെയാണ് വരുന്നത്. സോ അത് മിക്സ്ഡ് ആണെന്ന് പറയരുത്. അതിലൊരു റിവ്യൂവർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവർ കുറേ പടങ്ങൾ ഒരു റിവ്യൂവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ചില ഏരിയകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഞാൻ കുറേ പടങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം, പക്ഷേ ഇതൊരു നോർമൽ ഓഡിയൻറ്റ് കാണുമ്പോൾ അയാൾക്ക് ഒരു കിക്ക് കിട്ടാം, അയാൾക്ക് അതുകൊണ്ട് ആ പടം വർക്കായി എന്ന് ഒരു റിവ്യൂവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴും നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മളൊരു നോർമൽ ഓഡിയൻറ്റിൻ്റെ ഒരു POV ചെയ്യണം ആക്ച്വലി. അപ്പം ചിലപ്പോൾ അവരുടെ അഭിപ്രായം ആയിരിക്കാം, കീറി മുറിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഞങ്ങളൊരു സാധാരണക്കാർക്ക് കണക്ട് ആവുന്ന രീതിക്കാണ് ഞങ്ങളത് വർക്ക് ചെയ്തത്. അത് എല്ലാവർക്കും അങ്ങനെ നോർമൽ ഓഡിയൻസിന് കണക്ട് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇന്നലെ കുറേ കോളുകൾ വന്നു, നോർമൽ ഓഡിയൻസ് അവസാനമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ ഇറങ്ങുന്നത്. ഇന്നലെ പന്മയിലൊക്കെ ആണെങ്കിലും നല്ല നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം ഇങ്ങനെ നോർമലായിട്ട് പ്രസന്റ് ചെയ്യും മലയാള സിനിമ മാറി എല്ലാ കാര്യം നോർമലായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ പിന്നെ മാസമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ വന്നിരുന്നു. കാരണം ഈ ക്യാരക്ടർ അവർ നോർമലായിട്ടാണ് പ്രസന്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു വ്യത്യസ്തത കൊണ്ടുവരുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്ന എപ്പോഴും പോലീസുകാർ മാസമായിട്ടുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വന്നത് അതുകൊണ്ടാണ് റിവ്യൂസ് മാറാനുള്ള കാരണം? അതല്ല, ഇത് ഈ ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ. പുള്ളി ഒരു ഫസ്റ്റ് ടൈം ഓഫീസറാണ്. പുള്ളി ആദ്യം വരുമ്പോഴേ പുള്ളി മാസ് കളിച്ചല്ലോ വരുന്നത്. അതായത് പുള്ളി ആദ്യമായിട്ടൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിയുടേതായ ഒരു ടെൻഷനുണ്ട്, പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഗ്രോത്ത് ഉണ്ട്. പിന്നെ അവസാനം ഈ ക്യാരക്ടറിൻ്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. അവിടെ ആ ഒരു മാസ് ഫീലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. അവസാനം പുള്ളി ഒരു ഹീറോ മെറ്റീരിയലായിട്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അല്ല ആദ്യം തന്നെ വന്ന് പുള്ളി എല്ലാവരെയും മാസ് കാണിച്ചാൽ നമുക്ക് ആ ഒരു കഥയുടെ ഒരു ഗ്രോത്ത് നഷ്ടപ്പെടുമല്ലോ. അതങ്ങനെ തോന്നിയില്ല. നമ്മളത് കറക്റ്റായിട്ട് തന്നെ ആദ്യം ഒരു ക്യാരക്ടറിൻ്റെ ഒരു നോർമൽ ഒരു ക്യാരക്ടർ, പുള്ളിക്ക് ഒന്നും അറിയത്തില്ല, പുള്ളി അവിടെ എല്ലാം പഠിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഗ്രോത്ത് വന്ന് പുള്ളി ഒരു മാസ് ഫീലിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ആക്ച്വലി. അത് ശരിക്കും പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് അത് എന്റർടൈൻമെന്റ് എന്നുള്ളത് മാറിയിട്ട് അതിനകത്ത് നിന്ന് ഇതിന്റെ ഷോട്ടിങ്ങിലേക്ക് അവിടെ നിന്ന് ലൈഫ് വരുന്ന അവിടെ അത്ര പോരാണ്. കൂടുതൽ ജഡ്ജ്മെന്റിലാകുമ്പോഴേക്കും അവിടെ ആസ്വാദനത്തിന്റെ അളവ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാണുന്ന പ്രേക്ഷകനെ ഇപ്പൊ തൃപ്തിപ്പെടുത്താൻ വളരെ സ്ട്രഗ്ലിംഗ് ആണെന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സ്ട്രഗ്ലിംഗ് അല്ല. അത് സ്ട്രഗ്ലിംഗ് അല്ല. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് വൃത്തിക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് നല്ലൊരു കഥ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പറ്റും എന്നുള്ളതാണ്.
ബാക്കി അതിൽ കവിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ ഓവറായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഇതിനെ കീറിമുറിക്കുന്നവർക്ക് അവരെ എനിക്ക് അറിഞ്ഞൂടെ തൃപ്തിപ്പെടാൻ കുറച്ച് പാടായിരിക്കും എന്നുള്ളതാണ്. ഓഡിയൻസിന് നമുക്ക് നല്ലൊരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയല്ല, ഇപ്പം ഇതെല്ലാം എവിഡൻ്റ് ആണ്. പണ്ടും നമ്മളിത് ബിസിനസ് തന്നെയാണ്. ഇത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ട് വിത്ത് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൽ രണ്ടിലും കോംപ്രമൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ യൂട്യൂബ് ഇതെല്ലാം വന്നതിന് ശേഷം നമ്മളിത് പൊതുജനങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു 10 15 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് നമ്മളൊരു കവലയിൽ നിന്നുകൊണ്ട് ആ പടത്തിന് ഇത്ര കളക്ട് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ പറയില്ല. നമ്മൾ ബോധേഡല്ല, നല്ല പടമായിരുന്നു അല്ലെങ്കിൽ മോശം പടമായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടിരിക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പണ്ട് ന്യൂസ് പേപ്പറിൽ ഇന്ന് ഏത് പടം ഇറങ്ങിയേക്കണം അത് നോക്കി പടം കണ്ട് അത്രേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞ്. നമ്മൾ കൂടിപ്പോയാൽ നമ്മുടെ വീട്ടുകാരോട് പറയും, നമ്മുടെ കൂട്ടുകാരോട് പറയും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളിപ്പോൾ പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇന്നിപ്പോൾ സംഭവിച്ചത് എല്ലാം വളരെ സ്പീഡായി. നമുക്ക് 2 3 ദിവസത്തിൽ തന്നെ ഏകദേശം ഇതിൻ്റെ പ്രോഗ്രാം എങ്ങോട്ടേക്കാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞും കേട്ടും അറിഞ്ഞും ആൾക്കാരിലേക്ക് എത്തി ഓർഗാനിക്കായിട്ട് കണ്ട് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. നമുക്ക് തിയേറ്റേഴ്സും ഇല്ല. ഇതെല്ലാം ഭയങ്കര സ്പീഡായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാലത്തിന് ഒപ്പം ഉണ്ടായ ഒരു മാറ്റം. ബേസിക്കലി എനിക്ക് അറിയില്ല, നല്ല കാര്യം തന്നെയാണ്. കാലത്തിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മാറുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് നമ്മളുടെയൊക്കെ ചെറുതിലെ ഇപ്പോൾ നല്ലൊരു സിനിമ വരുമ്പോൾ ഓക്കെ നല്ല നമ്മൾ കാണും. പിന്നെ കൂടിപ്പോയി ആ പ്രൊഡ്യൂസറിന് നല്ല പൈസ കിട്ടി കേട്ടോ എന്ന് മാത്രമേ പറയത്തുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ ഇതുപോലെ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ എന്നോടുള്ള ചോദ്യമാണെങ്കിലും ഞാനത് പറയാം. സാധാരണക്കാരായിട്ടുള്ള, അതായത് ഞാൻ എപ്പോഴും എക്സാമ്പിൾ എടുക്കുന്നത് എൻ്റെ അമ്മയാണ്. നമ്മളെല്ലാവരുടെയും അമ്മമാർ. ഒരിക്കലും എൻ്റെ അമ്മ പറയത്തില്ല ആ ഷോട്ട് അവിടെ നന്നായില്ല എന്ന്, ഒരിക്കലും അമ്മ പറയത്തില്ല. ആ ക്യാമറ അവിടെ വർക്ക് ചെയ്ത് ശരിയായില്ല എന്നൊന്നും അമ്മമാരോ അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രായത്തിലുള്ളവരോ ഒരുവിധപ്പെട്ടവരാരും പറയത്തില്ല. നമ്മൾ കുറച്ച് പേര് പറയുമായിരിക്കും ആ ഷോട്ട് അല്ലെങ്കിൽ അവിടെ ഡയലോഗ് അങ്ങനെ ഇതിന് ചിലവ് പറയുമായിരിക്കും. ഇപ്പോൾ സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യൻ അതെ. പിന്നെ നമ്മൾ കമ്പാരിസൺ നടത്തുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഭാഷയ്ക്ക് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാത്തിനും നമുക്കിപ്പോൾ ഈസി ആയിട്ട് വിരൽത്തുമ്പിൽ നമുക്കെല്ലാം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ കുറച്ച് കീറിമുറിക്കലും കൂടി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് ആഴത്തിൽ നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചില സമയത്ത് ആലോചിക്കാറുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് പക്ക ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരിക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെയൊക്കെ ചെറുതിലെ ആ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി കാണുമായിരിക്കും എന്ന് ചിലപ്പോൾ നമ്മളപ്പോൾ ഉള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും. നല്ല രസമായിരുന്നു അല്ല. ഇപ്പോൾ തെങ്കാശിപ്പട്ടണമൊക്കെ പോലെയുള്ള പടമൊക്കെ കണ്ടിട്ട് എന്നെന്തോരം ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. അത് മതിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇത് എല്ലാം ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ സീരിയസ് നോട്ടിലല്ല. ചിലർ പറയുന്ന പടം അടിപൊളിയാണ് പക്ഷെ ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല. ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്താ, ഇവൻ ആർട്ട് ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണോ പടം കണ്ടതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അവൻ്റേതായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവൻ ആർട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കിതിനെക്കുറിച്ച് വിവരമുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടുന്നത്. പക്ഷെ നമ്മൾ ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളി, ഇതെന്താണ് സംഭവമല്ല, പടമൊക്കെ ഉഗ്രനം പക്ഷെ കോസ്റ്റ്യൂം ശരിയായില്ല. കോസ്റ്റ്യൂം ശരിയായില്ല. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവ് വന്നു. അവൻ കോസ്റ്റ്യൂം ശ്രദ്ധിക്കാൻ തുടങ്ങി, ആർട്ട് ഡയറക്ഷൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ സിനിമയിലേക്ക് എക്സ്പോസ്ഡായി. ഒത്തിരി OTT പ്ലാറ്റ്ഫോംസിൽ കുറേ സിനിമകൾ കാണുന്നത് നല്ലതാണ്. നമ്മുടെ പ്രേക്ഷകരും അതിനോടൊപ്പം വളരെയാണ്. അവർ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പണ്ട് ഇതൊന്നും ഈ പറഞ്ഞ പോലെ അറിയില്ലായിരുന്നല്ലോ. സിനിമ കണ്ട് സിനിമ നല്ലതാണ് കൊള്ളില്ല, അത് രണ്ടഭിപ്രായമുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മറ്റേ ആ ടേബിളിൽ രണ്ടാമത്തെ ഷോട്ടിൽ ഗ്ലാസ് മാറ്റി വെച്ചു, അത് കാരണം എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ ചോദിച്ചിട്ട് മറ്റേ കണ്ടിന്യൂറ്റി തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല, ഈ പടം ഹിറ്റല്ല എന്ന് പറയാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓഡിയൻസ് പടത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കല്യാണം പണ്ട് തലേ ദിവസം വന്ന് എല്ലാവരും കൂടി പന്തലിടുന്നു, എല്ലാവരും കൂടി തേങ്ങ ഇരണ്ടുന്നു, അങ്ങനെയായിരുന്നു പണ്ട് കല്യാണം. ഇപ്പോൾ കല്യാണം ഒരു ഇവൻറ്റ്സായി മാറി, ലൈക്ക് ഹൽദി, സംഗീതം എന്നൊക്കെ പറഞ്ഞ് പല പല പരിപാടി. അതേപോലെ സിനിമയ്ക്ക് ഇപ്പോൾ
ഈ റിവ്യൂവും ഇത്തരം ഡീറ്റെയിലിംഗ് എല്ലാം അനിവാര്യ ഘടകമായി മാറി. അപ്പം നമ്മളിതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാരെ പടം കാണുന്നവർ കാണട്ടെ, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷേ മനഃപൂർവ്വമായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞ ഒരു വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളും റിവ്യൂസും ഒഴിവാക്കുക എന്ന് മാത്രമേ കുറേ കാലമായിട്ട് എല്ലാ സിനിമാക്കാരും റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെ മാത്രമേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ റിവ്യൂ പറയേണ്ടെന്നോ നെഗറ്റീവ് പറയേണ്ടെന്നോ ഒന്നും ആരും പറയുന്നില്ല. അപ്പോൾ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങി. പറയുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാനും പറയുന്നത്. എന്നാലും അതിന് കുറച്ചുകൂടെ ഒരു ഇപ്പം പറഞ്ഞു ഗ്ലാസ് മാറ്റി വെക്കുന്നത്, അത് അവർ കണ്ടുപിടിച്ച ഒരു ഇതായിട്ടാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. സ്വാഭാവികം ആർട്ട് പോരായിരുന്നു, അല്ലെങ്കിൽ കോസ്റ്റ്യൂം പോരായിരുന്നു ഒക്കെ പറഞ്ഞൊക്കെ വിട്ടുകളയാം. പടം സിനിമയെല്ലാം കണ്ടു കഴിച്ച് പറഞ്ഞു സൂപ്പർ പാട്ടായിരുന്നു, ഗംഭീര പാട്ടായിരുന്നു, പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആ പാട്ടുകാരിക്ക് പൊക്കം കുറവായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെ ഇരിക്കും ആ അഭിപ്രായം? അതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പലരും. പാട്ടുകാരിക്ക് പൊക്കം കുറഞ്ഞതുകൊണ്ട് സിനിമ കൊള്ളത്തില്ല എന്ന് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. അതാണ് എനിക്ക് പലതും വായിച്ചിട്ട് പലതും തോന്നിയിട്ടുള്ളത് പലപ്പോഴും. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അല്പമെങ്കിലുമൊക്കെ അറിയാവുന്നവർ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ശ്രമിക്കുക, അതുകൂടെ ശ്രദ്ധിക്കുക. അയാൾക്കെന്ത് പാണ്ഡിത്യമുണ്ട് ഇതിനെക്കുറിച്ച് ഈ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം ഇതാണ്. അവരഭിപ്രായം പറഞ്ഞ അല്ലെങ്കിൽ അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുമ്പം വിമർശിക്കുന്ന ആളിന് ആ വിഷയത്തിൽ എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്, അറിവുണ്ട് എന്നുള്ളത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കൃത്യം കാര്യം പിടികിട്ടും. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പബ്ലിക് ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള റെസ്പോൺസുകൾ വരുമ്പോൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഓവറായിട്ട് ജഡ്ജ്മെന്റിലാകുമ്പോൾ അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യമാണ്. പക്ഷേ സൊസൈറ്റി അത് ജഡ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എന്നെ 100 കണ്ണുകൾ ഇങ്ങനെ നോക്കുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ്. അത് എപ്പോഴെങ്കിലും ഒരു പിടിച്ചു കിട്ടിയൊരു അവസ്ഥയാണല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? അത് അങ്ങനെ ഫീൽ ഉള്ളവരോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് അങ്ങനെ ഫീൽ ഇല്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെ എല്ലാവരും നോക്കുന്നുണ്ട് എന്നുള്ളത് ചില സമയത്ത് നമ്മൾ മറന്നു പോകും. നമ്മൾ ബോധമല്ലായിരിക്കും. അപ്പം ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഫീൽ ഉള്ളവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതെ, ഉണ്ട് 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 ഉണ്ട്. ആ ഒന്നാമത്തെ കാര്യം, എല്ലാ കാര്യത്തിലും വലിയ ഓവറായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ജഡ്ജ് ചെയ്യട്ടെ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ശരികളുണ്ടാവും. മറ്റുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഞാനായിട്ട് അങ്ങോട്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ ഇതുവരെ ആരും ബുദ്ധിമുട്ടിച്ചില്ല. പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് എൻ്റേതായ നിലപാടും അഭിപ്രായങ്ങളും ഞാൻ പല കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്ത് ഞാൻ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങോട്ട് എന്നെ പറ്റി പറയുന്നതിൽ ഞാൻ ചെവി കേൾക്കാറില്ല. ഈ ചെവി കൂടെ കേട്ടാൽ ചെവി കൂടെ കളയും, അത്രേ ഉള്ളൂ. അതിലൊന്നൊരു കാര്യമില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ജോലി മിസ് ചെയ്തിരിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ പറ്റി ആൾക്കാർ നോക്കുന്നുണ്ടോ, ജഡ്ജ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇനി ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്നിട്ട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇതിനൊരു ഉത്തരം തരാം. പക്ഷേ ബ്രോ, നമ്മുടെ പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ നമ്മളെന്തെങ്കിലും ഒരു സംഭവം പുറത്ത് ഇടുമ്പോഴേ അത് ആൾക്കാർ ജഡ്ജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴേ നമ്മൾ ജഡ്ജ് ചെയ്യുള്ളൂ. ആ സമയത്ത് നമ്മളൊന്ന് കോൺഷ്യസ് ആവുന്നത് ആക്ച്വലി നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പറയാനുള്ളവർ എന്തായാലും പറയും, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലെന്തായാലും ആരും വന്നില്ല, നമ്മളിടാത്ത പോസ്റ്റിൻ്റെ താഴെ ഒന്നും ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മളുടെ കയ്യിലും കുറേ കൺട്രോൾ ഉണ്ട്.
നമ്മളെന്ത് പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലും അതും കൂടെ അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ചിലവർക്ക്, എന്നെ ഇങ്ങനെ പറയണം, അങ്ങനെ ഉണ്ടാവും, ആഗ്രഹിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇന്ന ഒരു കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് ഇതിലൊരു ഷെയ്ഡ് കൂടി ഉണ്ട്, ആ ഷെയ്ഡ് കൂടെ എക്സ്പോസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഷെയ്ഡിൽ എക്സ്പോസ് ആവണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വേഷം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു വേഷം എന്നുള്ളതല്ല, ചെയ്യാത്തത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരു ലാസ്റ്റ് 3 സിനിമ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ സിനിമകളുമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യാത്തത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും നല്ല സിനിമകളും വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടതൊരു സിനിമയുടെ കഥയും പ്രോജക്റ്റ് എന്താണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്. നമുക്കിപ്പോൾ പൈസ മുടക്കുന്ന ഒരാളെക്കാൾ ഉപരി സിനിമയെ എന്താണ്, ഈ സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ നമുക്ക് എപ്പോഴും കൂടെ വരും. അത് നമ്മളിലേക്ക് എത്താനാണ് ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കറക്റ്റ് ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ ഇപ്പോഴും സ്ട്രഗിൾ തന്നെയാണ് എന്നുള്ളതാണ്. നല്ല പ്രോജക്റ്റുകൾ നമ്മളെ തേടി വരുന്നുണ്ടാവും. പക്ഷെ ആ പ്രോജക്റ്റ് ആക്കാൻ, അതായത് നമ്മളൊരു കൃത്യമായ പ്രൊഡക്ഷൻ വേണം. ഇപ്പോൾ അവിടുന്ന് ഇൻവെസ്റ്റർ ഉണ്ട്, ഇവിടെ ഇൻവെസ്റ്റർ ഉണ്ടെന്നും പറഞ്ഞ് വന്നേക്കുന്ന ആൾക്കാർ ഞാൻ പിടിച്ച് എല്ലാം എനിക്ക് ലാസ്റ്റ് തലവേദനകളായി മാറിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കുന്നില്ല. നല്ല കറക്റ്റ് ബാനർ, കാര്യം പ്രോജക്റ്റ് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ ബ്രോ. അവർ ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പടം എടുത്തു 4 ആളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രം പറയാനുള്ള അത്രയും ആഗ്രഹത്തിന് മാത്രം വന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് സിനിമ എന്താ, കുറച്ച് പൈസ, അവർക്ക് കുറേ അധികം പൈസയുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇവർ കുറച്ച് പൈസ ഇട്ടിട്ട് ഒരു സന്തോഷം തീർത്തോലത്തെ ഒരു പരിപാടി ആയിരിക്കും അത്. അങ്ങനെയും പ്രോജക്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകളും ചിലതിലേക്ക് ഞാൻ പാർട്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. ഈ സിനിമ മനസ്സിലാക്കുന്ന, സിനിമയോട് പാഷനായിട്ട് നിൽക്കുന്ന, ആ കഥ മനസ്സിലാക്കുന്ന പ്രൊഡക്ഷൻ, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന, ഇപ്പം എല്ലാ പടവും അത്യാവശ്യം ബഡ്ജറ്റ് തന്നെ ആവുന്നുണ്ട് ബ്രോ. അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെയാണ് എല്ലാ പടങ്ങളും നിർമ്മിക്കുന്നത്. പക്ഷെ അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നു, അത് കറക്റ്റ് സ്ഥലത്താണോ, കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ, ഇതെല്ലാം കൂടെ നോക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ വരണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ചാലഞ്ച്. ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഞാൻ ഇതിൻ്റെ ബാക്കിലെടുത്ത എഫേർട്സ് മൂവി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെ ലെവലായിരുന്നു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒക്കെ. ഈ പറഞ്ഞ പോലെ ജീത്തു ജോസഫ് സാർ വീഡിയോ കോൾ ചെയ്തപ്പോഴും എനിക്ക് ആ മൊമെൻ്റൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഇതെപ്പോഴും ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. അല്ല, ജീത്തു സാറിൻ്റെ അസോസിയേറ്റ് ആണ്, ജീത്തു സാറാണ് എന്നെ കോണ്ടാക്ട് ചെയ്തതും എല്ലാം. അപ്പോഴൊക്കെ ഞാൻ ആ ദൃശ്യം ലെവൽ, ആ ഒരു സംഭവം തന്നെയാണ് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കിട്ടിയ റോളിലൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി തന്നെയാണ്. ജീത്തു സാർ പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും, കോൺഫിഡൻ്റ്ലി പറയാം. അതെ
ഒന്ന് ഇതിൻ്റെ കഥ, രണ്ട് കഥാപാത്രം, എല്ലാത്തിനുപരി ജിത്തു സാർ എന്ന പേരുമാണ് വൻമരം. ഈ 3 ഘടകങ്ങളാണ് എനിക്ക് അട്രാക്ട് ചെയ്തത്. ശരിയാണ്. ഇപ്പം മലയാള സിനിമ നോക്കുകയാണെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ചെയ്യുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ഷെയ്ൻ. അപ്പോൾ ഇനി ബൾട്ടി RDX പോലുള്ള ഇനി കംപ്ലീറ്റ് ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ടോ, അതൊരു ട്രാക്ക് മാറ്റുമോ? അല്ല, അങ്ങനെ എല്ലാത്തരം പടങ്ങളും വേണം. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് തിയേറ്ററിൽ ഇപ്പോൾ ഒരു നല്ലൊരു ത്രില്ലറാണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തി അവസാനം കൊണ്ടുപോയി നമുക്കൊരു തിയേറ്ററിക്കൽ വാല്യൂ ഉള്ള ഒരു പരിപാടിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫൈനാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയാണ് ദൃഢം. അതായത് തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന തന്നെ പടമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കഥ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് there are elements എന്നുള്ളതാണ്. അങ്ങനത്തെ സിനിമ ഒക്കെയാണ്. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് കോമഡി നടത്താം, അതിലും അത്യാവശ്യം ആക്ഷനും അല്ലെങ്കിൽ റൊമാൻസും സംഭവങ്ങളും പാട്ടും പരിപാടി നമുക്കൊരു ഇച്ചിരി ഓണായിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണെങ്കിൽ അത് നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ജോണർ എന്നുള്ളതല്ല, അതിൽ നമ്മൾ ഇടുന്ന എലമെൻസിലാണ് കാര്യം ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഉറപ്പായിട്ടും നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക, അത് ഏത് രീതിയിലാണെങ്കിലും. ഇപ്പോൾ കഥയിലെ നമ്മൾ എൻഗേജ് ചെയ്യിച്ച് പോകുന്ന ഒരു ഇപ്പോൾ ത്രില്ലിങ് അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഫൺ അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന പടങ്ങൾ അതാണ്. അതുണ്ട് ബ്രോ, അത് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ്. വലിയ സുഖമൊന്നും ഇല്ലാത്ത ഫൈറ്റ് പടങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മെനക്കേടാ. ഇതിലും വലിയ കുതിരേനെ നമ്മൾ പടം ഇറങ്ങിയതിനു ശേഷം ഓടിക്കണമല്ല. പടത്തിൻ്റെ ആളുകൾ തന്നെ ചെയ്യുന്നതാവാം. പടം ഇറങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഹൈപ്പ് കൊടുക്കും. അത് മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ടാവാം, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇന്ന ആളുടെ പടമാണ്, ഇന്ന സംഭവമായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ ഒരു വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത് പലപ്പോഴും പല പടങ്ങൾക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ പടം കാണുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ അതും ആവാം ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹൈപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനൊരിത്. ആൾക്കാർ വരട്ടെ, പണ്ടത്തെ പോലെ പടം കാണട്ടെ, എന്നിട്ട് ജെന്യൂനായിട്ട് അഭിപ്രായം പറയട്ടെ എന്നുള്ളതാണ്. ഞങ്ങൾ ദൃഢത്തിനെ കുറിച്ച് അങ്ങനെ ആവശ്യമില്ലാത്ത തള്ളലുകളൊന്നും തള്ളിയിട്ടില്ലായിരുന്നു. തള്ളാൻ പാകത്തിന് നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഒരു ലീഡ് ആർട്ടിസ്റ്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളും ചേർന്നിട്ടാണ് എപ്പോഴും ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെയും അവരവരുടെ ഭാഗം കറക്റ്റായിട്ട് ചെയ്യുന്നു. നമ്മളത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാ പടങ്ങളും ചെയ്യുന്നത്. ഒരിക്കലും ഈ പടം കണ്ടിട്ട് ഇപ്പം വെറുത്തും അവനെ പ്രേക്ഷകരെ ഞാൻ വെറുപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് ആരും പടം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് എന്താ പറയുക, നോൺസെൻസ് ഫിലിമിൻ്റെ ആൾക്കാർ പോലും ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു തവണ പ്രോഡക്റ്റ് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസാണ്, അവരുടെ കയ്യിലാണ്, അവരാണ് പൈസ മുടക്കി തിയേറ്ററിൽ വന്ന് പടം കാണുന്നത്. അപ്പോൾ അവർക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. കാണുക, എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഇപ്പം നമ്മൾ മാത്രമല്ല, ഈ പ്രസ് മീറ്റിനിരിക്കുന്ന എല്ലാ സിനിമയുടെ ആളുകളും പറയുന്ന ഒരു അഭിപ്രായമായിരിക്കും ഇത്. കാരണം അവർക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം പ്രൊഡക്റ്റ് ഓൾറെഡി പുറത്ത് വന്നു. ഞാൻ ആദ്യം എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇതിൽ വ്യക്തിഗതമായിട്ട് ടാർഗറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോട് വ്യക്തികളോടുള്ള ദേഷ്യം വെച്ചിട്ട് ഒരിക്കലും റിവ്യൂ പരിപാടികളോ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. റിവ്യൂസ് വേണം സിനിമയ്ക്ക്. റിവ്യൂസ് ഇല്ലാതെ, മീഡിയ ഇല്ലാതെ സിനിമയ്ക്കോ ഇൻഡസ്ട്രിക്കോ ഒരു നിലനിൽപ്പില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും
ദൃഢം സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ഒരു സെക്കൻഡ്, നമ്മുടെ റൈറ്റേഴ്സ് ഒന്നുമില്ല, അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ജോമോൻ ലിൻ്റെ ഒന്ന് വരാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. പടം കുറേ പേര് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു പവർഫുൾ നായകൻ്റെ ഒരു പടമല്ല. അതായത് നിങ്ങൾ ഒന്ന് ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി. പടത്തിൽ ഇപ്പോൾ ഒരു SI ആവാനുള്ള മിനിമം പ്രായം എന്ന് പറഞ്ഞാൽ 21 വയസ്സാണ്. ഇപ്പോൾ താല്പര്യമില്ലാത്ത, അതായത് ഇപ്പോൾ പടത്തിൽ തന്നെ ഡയലോഗുകളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വിജയ്ക്ക് SI ആവാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് SI പവർഫുൾ ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, സ്പോയിലർ അല്ല. അങ്ങനെ ഒരാൾ SI ആയിട്ട് കയറുന്നു. അപ്പോൾ ആ സ്റ്റേഷനിൽ ചെന്നപ്പം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിലൂടെ ഒരു ക്യാരക്ടറിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഒരു പവർഫുൾ നായകനെ പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിലേക്ക് പോകരുത്, അതാണ് പറയാനുള്ളത്. മെയിൻ പോയിന്റ് അവൻ പറഞ്ഞു, ഞാനും അതാ പറയാൻ ഉദ്ദേശിച്ചത്. കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തപ്പം നമ്മളെ കൂട്ടുകാരുണ്ട് കുറേ പേര്, ഈ പറഞ്ഞ പുതിയതായിട്ട് പോലീസിൽ കയറിയ ആൾക്കാരും അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്കറിയാം. അപ്പോൾ ഇവരെ നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഇവരുടെ ദിവസേന എങ്ങനെയാണ് അവരുടെ സംസാരം, നമ്മളെടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം. ആ ഒരു ക്യാരക്ടർ ഷെയ്ൻ ബ്രോ അത്രയും അടിപൊളിയായിട്ട്, ഞങ്ങൾ റൈറ്റേഴ്സിൻ്റെ പ്രകാരം അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ ക്യാരക്ടർ. ഇപ്പോൾ കുറേ പേര് ചോദിച്ചു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, പക്ഷെ ഇങ്ങനെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ചോദിച്ചില്ല കണ്ടിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക്, ഇത് സ്പോയിലറല്ല, ട്രെയിലറിലും കാണിച്ചിട്ടുണ്ട്, ഒരു കൊലപാതകം കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോഴുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, പ്രഷറുണ്ട്, ആ ക്യാരക്ടർ ട്രാവൽ ആവുന്നൊരു ട്രാക്കുണ്ട്. അതാണ് ഈ കഥയുടെ കോർ. അതിൽ ലാൻഡ് ആവുന്നൊരു നല്ല ക്ലൈമാക്സും ഉണ്ട്. ഇതാണ് ഈ കഥ. അതല്ലാതെ കുറേ റിവ്യൂസ് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അമച്ചുറായിപ്പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആരൊക്കെയോ എന്താണെന്ന് മനസ്സിലാകാതെ സംസാരിക്കും. ക്യാരക്ടറാണ്, അതാണ് ആ ക്യാരക്ടർ. അത് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആ പടം കാണുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. 26-ാമത്തെ വയസ്സിൽ 27 വയസ്സിലൊക്കെ SI ആയ ആൾക്കാരുണ്ട്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടറുടെ ട്രാവലും ശേഷം നമ്മൾ റോഡിൽ കാണുന്നുണ്ട്, എവിടെ പോകാം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ തട്ടുന്ന പോലീസുകാരിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള ട്രാവലാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചത്. അത് വ്യക്തമായി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഷെയ്ൻ ബ്രോ അത് അത്രയ്ക്ക് അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസം പടം കണ്ട ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പം അത് കൂടി മനസ്സിൽ വെച്ച് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മളത് ഓൾറെഡി റിലീസിൻ്റെ തലേദിവസം നമ്മൾ ചുമ്മാ സംസാരിച്ചായിരുന്നു. ചുമ്മാ അത് പ്ലാൻഡ് അല്ല, എങ്ങനെയായിരിക്കും എന്നുള്ള സംസാരിച്ചപ്പം അതും ഓൾറെഡി നമ്മൾ പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ള സാധനവും നമ്മൾ സംസാരിച്ചത്. കാരണം ഈ പറഞ്ഞ പോലെ ഞാനിത് പറയുന്നതിൻ്റെ റീസൺ, നമ്മൾ ക്ലോസ് ആയിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടുകാരന്മാരാണെങ്കിലും അതല്ലാതെയും കുറച്ച് ആൾക്കാരെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അവരിലൂടെയാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ചോദിച്ചില്ലേ നേരത്തെ, ഷെയ്ൻ ബ്രോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കും. ആ ക്യാരക്ടർ അത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ റിവ്യൂസിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഷെയ്ൻ ബ്രോ പറഞ്ഞ തന്നെ ഞാനും റിവ്യൂസ് കാര്യങ്ങൾ ഇങ്ങനെ തപ്പുന്നുണ്ട്. പടത്തിനെ പറ്റി എന്താ പറയുന്നത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. എനിക്കൊരു 10-50 കോൾ വന്നതിൽ ഒരു 4-5 ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നല്ലത് തന്നെയാണ് പറയുന്നത്. ക്ലൈമാക്സിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ദയവേത് നിങ്ങൾ ഈ പറഞ്ഞ 1-2 ആൾക്കാരുടെ വാക്ക് കേട്ട് പടം മിസ്സാക്കരുത്. ബാക്കിയുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിച്ച് ബാക്കിയുള്ള റിവ്യൂസ്, നിങ്ങൾ റിവ്യൂ കണ്ടു പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസും കൂടി ബാക്കിയുള്ളതും കൂടി ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ചെറിയ പടമാണ്, കുഞ്ഞു ത്രില്ലറാണ് എന്നുള്ള രീതിയിൽ നിങ്ങളിത് OTT കാണാനും ശ്രമിക്കരുത്. കാരണം ഇതിൻ്റെ ഒരു ലാൻഡിങ് നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ള പക്കാ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ്. അവസാനത്തെ ആ സമയങ്ങളിലെല്ലാം അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ ബ്രോ അത് അത്രയും നമുക്കറിയാം അത് എത്രത്തോളം ആ ലാസ്റ്റിലേക്ക് വേണ്ടി ആൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ദയവേത് നിങ്ങൾ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് ക്ലൈമാക്സിലൊരു തിയേറ്റർ സ്റ്റഫ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ദയവേത് തിയേറ്ററിൽ തന്നെ എല്ലാവരും പടം കാണും. നൈസായിട്ട്
അപ്പോൾ എല്ലാവരും ദൃഢം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. എല്ലാ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരോടും പറയുക അടുത്ത ദിവസങ്ങളിൽ വന്ന് തന്നെ പടം കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ഒരു കോമൺ റിവ്യൂ ഞാൻ കണ്ടത്, സ്പോയിലൊന്നും അല്ല, അവസാനത്തെ ഒരു 20 മിനിറ്റ് എല്ലാവർക്കും വർക്കായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കരമായിട്ടൊരു ഒരു തിയേറ്ററിക്കൽ മൂവ്മെൻറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതെ 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 ഉറപ്പായിട്ടും 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 അതെ അതെ ഉറപ്പായിട്ടും. അപ്പം ഈവൻ അത് ഞാൻ പറയുന്നില്ല, സ്പോയിലറാവും. അപ്പം എല്ലാവരും തിയേറ്ററിൽ കാണുക. നല്ലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ റിവ്യൂ ചെയ്യണം. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യണം. ഒരാളുടെ റിവ്യൂ കേട്ട് പോകാതിരിക്കരുത്. നിങ്ങൾ എന്താണ് വിലയിരുത്തിയിട്ട് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്നെഴുതുക. നമുക്കും അത് അടുത്ത സിനിമ ഞാൻ ചെയ്യുമ്പം ഇതിൻ്റെ കുറ്റങ്ങളെല്ലാം നികത്തി ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എല്ലാവരും തിയേറ്ററിൽ കാണുക. ദൃഢം എല്ലാവരും കാണുക, എല്ലാവരും അറിയിക്കുക. താങ്ക് യു. ആ സാധനം എല്ലാവർക്കും സൂപ്പർ അടിപൊളി.